ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവനയുടെ എല്ലാ കോണുകളിലും അഖില ഭാഷകളിലും അഖില ജനവിഭാഗങ്ങളിലും അവിരാമം പ്രസംഗിക്കപ്പെടുക ഏക വിഷയമാണ് സുവിശേഷം. ഈ സുവിശേഷത്തിന് ആധാരമായിരിക്കുന്നത് വിശുദ്ധ ബൈബിളാണ്. അതിനാൽ തന്നെ മാനവ സംസ്കാരത്തിൻ്റെ മഹത് ഗ്രന്ഥമാണ് ബൈബിൾ. ഈ മഹത് ഗ്രന്ഥമായ ബൈബിളിൻ്റെ ഏടുകളിലേക്ക് ഒരു യാത്ര. ഇന്നേക്ക് 2026 വർഷങ്ങൾ കൊണ്ട് ലോകത്തിലുണ്ടായിട്ടുള്ള സകലവിധ ചിന്താഗതികൾക്കും മാറ്റം കൂടാതെ നിലനിൽപ്പില്ല എന്ന് കാലത്തെയും ലോകത്തെയും ഒരുപോലെ മാറ്റി ചിന്തിപ്പിച്ച ഏക വിഷയമാണ് ബൈബിൾ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി ഇരുൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഈ ഭൂമി മനോഹാരിതയുടെ ലോകമായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സൃഷ്ടിയുടെ പരമ്പരയിൽ പലതും സൃഷ്ടിച്ച ദൈവം ഈ ഭൂമിയിൽ ജീവജാലകങ്ങളെ സൃഷ്ടിച്ചു, പക്ഷി മൃഗാദികളെ സൃഷ്ടിച്ചു. അങ്ങനെ ജീവജാലകങ്ങളെ സൃഷ്ടിച്ച് നല്ലതെന്ന് കണ്ട ദൈവം പിന്നീട് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമായി മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. അതെ, ആദം തന്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും നിലത്തിലെ പൊടിയിൽ നിന്നും ആദത്തിനെ സൃഷ്ടിച്ച ദൈവം പിന്നീട് ഹവ്വയെയും സൃഷ്ടിച്ചു. എന്തിന് സൃഷ്ടിച്ചു? ദൈവം സൃഷ്ടിച്ച ഓരോന്നിന്മേൽ വാഴുവാൻ. മനുഷ്യന് എത്ര പ്രാധാന്യം കൊടുത്ത് ദൈവം സൃഷ്ടിച്ചിരിക്കുകയും, പക്ഷേ എവിടെയോ ദൈവമാക്കി വെച്ച സാഹചര്യത്തിൽ നിന്ന് പിന്നോക്കം പോയ മനുഷ്യൻ പാപത്തിൽ വീണ് അനുസരണ കെട്ടവനായി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഏദൻ തോട്ടത്തിൽ നിന്ന് അവർ രണ്ടുപേരും പുറത്തായി. എന്നാലും രണ്ടുപേർ പുറത്തായെങ്കിലും അവർക്ക് ദൈവത്തിൻ്റെ കൃപയാൽ അവർക്ക് കയീൻ എന്നൊരു പുത്രൻ ജനിച്ചു. ഈ ലോകത്തിൽ ആദ്യമായി ഒരു മനുഷ്യക്കുഞ്ഞിന് ശബ്ദം വിടരുകയാണ്. ആദ്യമായി ഒരു മനുഷ്യക്കുഞ്ഞ് ഈ ഭൂമിയിൽ പിറന്നു വീഴുകയാണ്. അങ്ങനെ ഈ ആദ്യമായി ഉണ്ടായ കയ്യനാണ് പിന്നീട് തൻ്റെ അനുജൻ ആബേലും. ആബേൽ ആടുമാടുകളെ മേയ്ക്കുന്നവനായിരുന്നു. എന്നാൽ ഒരിക്കൽ തൻ്റെ അനുജനെ കൊന്ന കയ്യൻ ശപിക്കപ്പെട്ടവനായി ഏതിന് കിഴക്കുള്ള നോദിൽ പോയി തൻ്റെ സ്വന്തം മകന്റെ പേരിലൊരു പട്ടണം പണിതു. അങ്ങനെ ലോകത്തിൻ്റെ സംസ്കാരം ഇവിടെ ആരംഭിക്കുകയാണ്. ദൈവം കൊടുത്ത ബുദ്ധിശക്തി ഉപയോഗിച്ച് പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മനുഷ്യൻ അണുബോംബുകളും ആറ്റം ബോംബുകളും ഒക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യത്തിലേക്ക് പോവുകയാണ്. എന്നാലും ദൈവം കൊടുത്ത ബുദ്ധിശക്തി ഉപയോഗിച്ച് അവൻ വാദ്യ സംഗീത ഉപകരണങ്ങളിൽ പ്രാവീണ്യം നേടി. മൃദംഗം, drum set,
ദൈവം കൊടുത്ത ബുദ്ധിശക്തി ഉപയോഗിച്ച മനുഷ്യൻ മൂവ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം കൊടുത്ത ബുദ്ധിയും ശക്തിയും എല്ലാം ഉപയോഗിച്ച് പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മനുഷ്യൻ അണുബോംബുകളും ആറ്റം ബോംബുകളും എല്ലാം കണ്ടുപിടിച്ച് ലോകനാശത്തിലേക്ക് തിരിഞ്ഞു. അവൻ യാത്ര കൂടുതൽ ദ്രുതഗതിയിലാക്കുന്നതിനായി ഹെലികോപ്റ്റർ, തീവണ്ടി, അങ്ങനെ അവൻ യാത്ര കൂടുതൽ ദ്രുതഗതിയിലാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇതെല്ലാം അവൻ യുദ്ധങ്ങളും മറ്റു കാര്യങ്ങൾക്കുമായി ഉപയോഗിച്ചു. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങൾ പൊട്ടിപ്പുറന്നു. ഇങ്ങനെ ഓരോന്ന് നടക്കുമ്പോൾ ബൈബിളിൽ പറയുന്നു, യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, യുദ്ധം, ക്ഷാമം, ഭൂകമ്പം ഇവയെല്ലാം ഉണ്ടാകുമ്പോൾ എൻ്റെ വരവടുത്തുവെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഞാനിങ്ങനെ ഈ പ്രോഗ്രാം ഇവിടുന്ന് ചെയ്യുമ്പോഴും ഈ ആമോസിന്റെ ഈ ഒരു വേദിയിൽ ഞാൻ നിൽക്കുമ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ സദസ്സിനോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു ഗ്രാജുവേറ്റ് ചെയ്തൊരു വിദ്യാർത്ഥിയെ ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ എത്ര പേർ അവൻ്റെ കാഹള ധ്വനിക്കായി, അവൻ്റെ വരവിനായി കാതോർക്കുന്നു? എത്ര പേർ? ഒന്ന് കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമോ? നമ്മുടെ ലക്ഷ്യം അതാണ്, നമ്മുടെ പ്രതീക്ഷ ഏതാണ്? അവന്റെ കാഹള ധ്വനിക്കായി കാതോർക്കുകയാണ് നാം ഓരോരുത്തരും. അതെ, അവന്റെ കാഹള ധ്വനിക്കായി നമുക്ക് കാതോർക്കാം. ഇവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ബൈബിൾ കോളേജിൽ പഠിക്കുവാൻ തക്കവണ്ണം ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേക ആമോസിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവദാസന്മാരോടും എൻ്റെ വ്യക്തിപരമായ പേരിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. അതെ, ഒരിക്കൽ കൂടി നമുക്ക് അവൻ്റെ കാഹള ധ്വനിക്കായി കാതോർക്കാം. അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവം അനുഗ്രഹിക്കും.